SDPI, PDP, ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഇവർ പരസ്യമായിട്ടാണ് പലപ്പോഴും ഇത് പ്രഖ്യാപിക്കുന്നത്. രഹസ്യമായ ഡീലുണ്ട്, എന്നാലും പരസ്യമായി പ്രഖ്യാപിക്കും. ഇപ്പം ശിവൻകുട്ടി പറഞ്ഞല്ലോ, അതീവ സന്തോഷം, പാൽപ്പായസം കുടിച്ച സന്തോഷമുണ്ട്. കാര്യം എന്താണ്? SDPI എനിക്ക് വോട്ട് തരാമെന്ന് പറഞ്ഞു പരസ്യമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യവും നേമത്ത് SDPI വോട്ട് കൊടുത്തത് ശിവൻകുട്ടിക്കാന്ന് പറയുന്നു. അപ്പോൾ SDPIയുടെ വോട്ട് ശിവൻകുട്ടി ഉറപ്പിച്ചു. ഭയങ്കര സന്തോഷം. അതിനനുസരിച്ച് ഹിന്ദു വോട്ട് ഇപ്പുറത്തേക്ക് കൺസോൾട്ടേറ്റ് ചെയ്താൽ ശിവൻകുട്ടിക്ക് പണി കിട്ടും, പാലും വെള്ളത്തിൽ തന്നെ പണി കിട്ടും. അത് ബുദ്ധിമുട്ട് വരും. എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല അവിടുത്തെ ഹിന്ദുക്കൾ നേമത്തെ, അത് വേറെ വിഷയം. എന്നാൽ RSSുമായി പരസ്യമായി നാളിതുവരെ CPMോ കോൺഗ്രസോ ആരും പരസ്യമായിട്ട് RSSയെ വോട്ട് താ എന്ന് ചോദിച്ചിട്ടില്ല. എന്നാൽ രഹസ്യമായി നടക്കുന്ന ചർച്ചകളുടെ പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമായ കഥകളാണ്. ഇന്നലെ ആർ വി ബാബുവിന് ശരിയുണ്ടോ തെറ്റുണ്ടോ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് VD സതീശൻ പറയുന്ന കഥയൊന്നുമില്ല. പക്ഷേ RV ബാബു പറഞ്ഞു, MV രാഘവൻ എന്ന് പറയുന്ന CPMന്റെ സിംഹമായിരുന്ന കണ്ണൂരിലെ ജിഹു ആയിരുന്ന MV രാഘവൻ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, മറ്റാരുമല്ല, വഴിയെ പോയെന്ന് ആരുമല്ല, കോടിയേരി ബാലകൃഷ്ണൻ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് RSSന്റെ വളരെ സീനിയറായിരുന്ന നേതാവിനെ വിളിച്ചിട്ട് MV രാഘവനെ തോപ്പിക്കണമെന്ന് പറഞ്ഞു. വോട്ട് ചോദിച്ചു, ഡീൽ ഉറപ്പിച്ചു. പക്ഷെ MV രാഘവൻ തോറ്റില്ല, അദ്ദേഹം ജയിച്ചു. കാരണം അങ്ങനെ ചില വ്യക്തിത്വങ്ങളുണ്ട്. ഇപ്പോൾ G സുധാകരൻ, MV രാഘവൻ, ഇങ്ങനെ കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വത്തിൽ പെടുന്നില്ല. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് പോലും വാഹിദിൻ ഇവിടെ കഴക്കൂട്ടത്ത് MV രാഘവൻ ജയിച്ചു. അപ്പോൾ വളരെ മനോഹരമായിട്ട് പിന്നെ ആ മണ്ഡലത്തെ കുത്തി കീറി കടകംപള്ളി സുരേന്ദ്രനെ അനുകൂലമാക്കി വച്ചതിന് ശേഷമാണ് കടകംപള്ളി ജയിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ MA വാഹിദൊക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ടുവരുന്ന മണ്ഡലമാണ്. പക്ഷേ അത് വേറെ കഥ. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു കഥയും കൂടെ പറയണം. സുധാകരൻ ഇന്നലെ പറഞ്ഞല്ലോ, ധർമ്മടവും തുടങ്ങിയ ഒരു 5 മണ്ഡലം ഇങ്ങനെ കുത്തി കീറി കറക്റ്റായിട്ട് CPMന് കറക്റ്റാക്കി വെച്ചിട്ട് അവിടെ കയറി നിന്നിട്ട് എന്നെ ആരുടെ വെല്ലുവിളിക്കാണ്ടെന്ന് പിണറായി MV ഗോവിന്ദന് ചോദിക്കുന്ന ഒരു കാര്യമില്ല. വരുമോ ആലപ്പുഴയ്ക്ക്, അമ്പലപ്പുഴയ്ക്ക് വരുമോ, അമ്പലപ്പുഴ വന്ന് ജയിക്കുമെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നത് വരണ്ട, ഇവിടുത്തെ ആളുകൾ തോപ്പിച്ചളയും എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവിക്കുന്നത്. മണ്ഡലം മുറിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുറിച്ച്, അലുവ മുറിക്കും പോലെ മുറിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ എടുക്കും. അത് പോട്ടെ. അതുപോലെ VD സതീശൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് RSSകാരുടെയും NSSൻ്റെയും ഒക്കെ അത് NSS സുകുമാരൻ നായരും പറഞ്ഞിരുന്നു VD സതീശൻ എടുത്തിട്ടുണ്ടെന്ന്. അത് പിന്നെ RSSൻ്റെ ബന്ധം എടുത്തിട്ടുണ്ടെന്ന് RV ബാബു. പിന്നെ അത് RV ബാബു സതീശനുമായിട്ട് എന്തോ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, RV ബാബുവിൻ്റെ നാട് അവിടാൻ തോന്നുന്നു, എന്തോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് ടാലിയായി പോയി. പിന്നെ മറ്റു മണ്ഡലങ്ങൾ, ഇപ്പോൾ G സുധാകരൻ്റെ മണ്ഡലത്തിൽ RSSകാരുമായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയില്ല. RSSൻ്റെ വോട്ട് വിളിച്ച് ചോദിക്കുന്ന അറിയത്തില്ല. പണ്ട് കാലത്ത് 2 മുന്നണി ഉണ്ടായിരുന്നപ്പോൾ, 2 മുന്നണി ഉണ്ടായിരുന്നപ്പോൾ, UDFും LDFും മുന്നണി മാത്രം ഉണ്ടായിരുന്നപ്പോൾ, BJP ശക്തമല്ലാതിരുന്നപ്പോൾ, BJP പേരിന് വേണ്ടി ഒരാൾ നിൽക്കും, അയാൾ കുറച്ച് വോട്ട് പിടിക്കും, അങ്ങ് പോകും. അങ്ങനെ നിന്നൊരു കാലത്ത്, BJP ഒരു ശക്തിയേ അല്ലാതിരുന്ന കാലത്ത്, ഒരു 3ാം മുന്നണിയെ എന്ന് ചിന്തിക്കാൻ പറ്റാതിരുന്ന കാലത്ത് വലിയ വോട്ടുകളാണ് RSSുമായി ടൈപ്പ് ചെയ്തോ RSSനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടോ എല്ലാ പാർട്ടികളും വാങ്ങിയിട്ടുള്ളത്. അതിലേറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് CPM ആണ്. അതുകൊണ്ട് തന്നെയാണ് RSSും CPMുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പല ആളുകളും പറയുന്നത്. ഇത് ശരി തെറ്റുകളെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ ലാവലിൻ കേസ് ഇത്ര കാലമായി മുന്നോട്ട് പോകുന്നു? അതെന്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല? പിണറായി വിജയൻ്റെ മകൻ്റെ പിണറായി വിജയൻ്റെ പേരിലൊക്കെ തന്നെ എന്തുമാത്രം കേസുകൾ വന്നു. സ്വപ്ന ഇപ്പോൾ എവിടെയാണ്? സ്വപ്നത്തിൽ പോയോ? ഓരോ കേസുകൾ, സ്പ്രിംഗ്ലർ, ഓരോ കേസുകൾ എടുത്തോളൂ. ശിവശങ്കരൻ എവിടെ? ജീവിച്ചിരിപ്പുണ്ടോ? ഈ കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കിയതിൽ, ഈ കേസുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രാശിയാക്കുന്നതിൽ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ട്. അപ്പോൾ SDPയുടെ വകയും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് ചില UDFന് അവർ മഞ്ചേശ്വരത്ത് സഹായം കൊടുക്കും, നേമത്ത് വരുമ്പോൾ അവർ ആർക്ക് സഹായം കൊടുക്കും? ശിവൻകുട്ടിക്ക് സഹായം കൊടുക്കും. SDPI എന്താണ് അവരുടെ രാഷ്ട്രീയ നിലപാട്? ഒരു രാഷ്ട്രീയവുമില്ല. ആളുകളെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുക. എന്ത് SDPI ആണ്? 2 തലത്തിൽ 2 നിലപാടാണ്. PDP 2 സ്ഥലത്തും 2 നിലപാടാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി അവരിപ്പോൾ ഒരു നിലപാട് എടുത്തിട്ടുള്ളൂ, വെൽഫെയർ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു നിലപാട് എടുത്തുള്ളൂ, UDFന് പരസ്യമായി പിന്തുണ കൊടുക്കുക. ഇങ്ങനെ പരസ്യമായും രഹസ്യമായും മതസംഘടനകളും ജാതി സംഘടനകളും വർഗ സംഘടനകളും എല്ലാവരും RSSും ഈ പറയുന്ന സംഘടനകളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് മുന്നണിയായാലും വലത് മുന്നണിയായാലും ഒരക്ഷരവും പറയുന്നതിൽ ഒരു കാര്യവുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലുകളുണ്ട്. ഇങ്ങനത്തെ ഡീലുകളെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയത്തില്ല, തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്കും ചില തന്ത്രങ്ങളുണ്ട്, ആ തന്ത്രങ്ങൾ
ഞങ്ങൾ പയറ്റും. അതൊരു 7 8 മണ്ഡലത്തിൽ BJP ജയിപ്പിച്ചുകൊണ്ട് ബാക്കി മണ്ഡലങ്ങളിൽ തരാതരം ആരാണോ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ അവരുമായിട്ടുള്ള ഡീലാണോ നമുക്കറിയില്ല. എല്ലാവരും പരസ്പരം സമ്പൂർണ്ണമായി CPM-നോ സമ്പൂർണ്ണമായി കോൺഗ്രസിനോ ഡീൽ കൊടുക്കണമെന്നില്ല. അല്ലാത്തൊരു ഡീലുണ്ടോ? അത് ഇങ്ങോട്ട് ഡീലുണ്ടോ? അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഡീലുണ്ടോ? നേതാക്കൾ തമ്മിൽ ഡീലുണ്ടോ? ഇത് വളരെ വലിയ ചോദ്യമാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ജനാധിപത്യത്തിൻ്റെ മോശം കാഴ്ചകളാണ്, കെട്ടകാല കാഴ്ചകളാണ് നമ്മളെല്ലാം കാണുന്നത്. ഡീസൻ്റായി മത്സരിക്കാത്ത മുന്നണികൾ, ഡീസൻ്റായി വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന്, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുക, വേണമെങ്കിൽ പരസ്യമായി വേണമെന്ന് പറയുക, അതിന് പകരം ഞങ്ങൾക്ക് ആ സംഘടന വേണ്ട, ആ സ്ഥാപനം വേണ്ട, ആ വ്യക്തി വേണ്ട, പക്ഷെ വോട്ട് വേണം എന്ന് പറയുന്ന, അവർ വോട്ട് തരാമെന്ന് പറയുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരുതരം വികലമായ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പക്ഷേ ഇതെങ്ങനെയാണ് പരിഹരിക്കുക, ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്ന് നമുക്കറിയില്ല. ഈ ജനാധിപത്യത്തിൽ സമ്മർദ്ദ ഗ്രൂപ്പുകളുടേതാണ് ജനാധിപത്യം. പക്ഷേ എന്നെപ്പോലുള്ളവരെ ആശങ്കപ്പെടുത്തുന്നതിൽ ഇങ്ങനെയുള്ള രഹസ്യ ഡീലുകളും ഇങ്ങനെയുള്ള തൊട്ടുകൂടാത്തവരെന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന അവരെ തൊട്ടുള്ള ഈ കളികളും തൊടാതെ തൊട്ടുള്ള കളികളും പ്രശ്നം വരുന്നത് ഭരണത്തിൽ വന്നാൽ വലിയ പ്രശ്നമാണ് ഉണ്ടാവുക. പിന്നെ ഇത് കേരളത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഭരണത്തിൽ ജാതിമത വർഗ സംഘടനകളുടെ സഹായത്തോടു കൂടി അധികാരത്തിൽ വരുന്ന പാർട്ടി ഏതായാലും, അത് LDF ആയാലും UDF ആയാലും, പിന്നെ അവർ ഭരണത്തിലിരുന്നു കൊണ്ട് ഒരുപാട് ഒത്തുതീർപ്പുകളും കാരണം മുടക്കുന്നവൻ അതിൻ്റെ പലിശ സഹിതം തിരിച്ചു ചോദിക്കുമെന്നുള്ളതാണല്ലോ ഈ രാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥാപിതമല്ലാത്തതുമായിട്ടുള്ള നിയമം. മുടക്കുന്നവൻ അതിൻ്റെ പലിശ സഹിതം തിരിച്ചു മേടിക്കും. അപ്പോൾ ഏത് സംഘടന എന്ത് മുടക്കിയാലും എത്ര വോട്ട് കൊടുത്താലും അതിന് കൃത്യമായി അവർ പരിഹാരം കണ്ടിരിക്കും, കൃത്യമായി അവർ ഇത് കൊണ്ടുപോയിരിക്കും. ചിലപ്പോൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കും, ചിലപ്പോൾ നല്ല പണം വാങ്ങലായിരിക്കും, സ്ഥാനമാനങ്ങളായിരിക്കും, അഴിമതിയായിരിക്കും, അല്ലെങ്കിൽ സ്വജനപക്ഷപാതമായിരിക്കും, അല്ലെങ്കിൽ ടാക്സിൽ നിന്നുള്ള ഇളവ് നേടിക്കൊടുക്കലായിരിക്കും. ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു സർക്കാർ വിചാരിച്ചാൽ ഒരുപാട് മാർഗങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഈ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും ജനാധിപത്യം വഴിപിഴിച്ച് പോകുമോ എന്നുള്ളതാണ് ഭയം. എന്തായാലും വളരെ പരസ്യമായും അതീവ രഹസ്യമായും ഒരുപാട് ഡീലുകൾ RSSുമായും നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിൽ പുറത്തു വരുന്ന വാർത്തകൾ. 1977 കൂത്തുപറമ്പിൽ പിണറായി വിജയൻ മത്സരിച്ച, ഉദുമയിൽ KG മാരാർ മത്സരിച്ച കാലം മുതൽ, വടകരയിൽ ഡോക്ടർ മാധവൻകുട്ടി മത്സരിച്ച കാലം മുതൽ, രത്നസിംഗ് മത്സരിച്ച കാലം മുതൽ നാളിതുവരെ വളരെ വ്യക്തമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിൽ നടക്കുന്നത്. ജനാധിപത്യമേ കേഴുക നീ.